യോ ഗായ്സ്, അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ് എന്നുള്ള ആഴക്കടലിലേക്ക് നമ്മൾ മുങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ 11, 10, 11 കാണുന്നുണ്ടാവാം, 22, 22, 33, 33 അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവാം. സ്പിരിച്വൽ ബുക്സ് ചിലപ്പോൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. കാരണം എന്താണ് സംഭവം, സ്പിരിച്വാലിറ്റിയെ കുറിച്ചൊരു താല്പര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതനുസരിച്ചിട്ട് കൂടുതൽ സ്പിരിച്വൽ ബുക്സ് വായിക്കണം, സ്പിരിച്വാലിറ്റിനെ കുറിച്ച് അറിയണം, ആ രീതിയിൽ സ്പിരിച്വൽ ബുക്ക് വായിച്ചിട്ടുണ്ട്. പിന്നെ സ്പിരിച്വൽ വീഡിയോസ് അറിയാലോ, എല്ലാവരും യൂട്യൂബിൽ സ്ഥിരമായിട്ട് സെർച്ച് ചെയ്യുകയാണ്. എന്താണ് സ്പിരിച്വാലിറ്റി, എന്താണ് അത്, എന്താണ് അവേക്കനിങ്, എന്താണ് ടിൻ ഫ്ലെയിം, ആ ഫ്ലെയിം, ഈ ഫ്ലെയിം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫോർമേഷൻ്റെ ഒരു ഓവർലോഡ് സത്യം പറഞ്ഞാൽ ഇവിടെ നടക്കുന്നുണ്ട്. കൂടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യൂരിയോസിറ്റി കൂടുതൽ ഇതിനെക്കുറിച്ച്. അപ്പം ഇതെല്ലാം ചെന്ന് എത്തുന്ന സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു അവേക്കൻഡായി എന്ന ആ ഒരു സ്ഥലത്തേക്കല്ല എത്തുന്നത്. അത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. സ്പിരിച്വൽ അവേക്കനിങ് ഹാസ് സ്റ്റാർട്ടഡ് ഫോർ യു. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, സ്പിരിച്വൽ അവേക്കനിങ്ങും സ്പിരിച്വൽ അവേക്കൻഡും ഒരു വലിയൊരു ലോകത്തിൻ്റെ ഡിഫറൻസ് പോലെ തന്നെ ഉണ്ട്. കാരണം അവേക്കൻഡ് എന്ന് പറഞ്ഞാൽ ആയിക്കഴിഞ്ഞു, ഒരു ബുദ്ധ അല്ലെങ്കിൽ ഒരു എൻലൈറ്റൻ ബി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റെപ്പ് വെച്ച് തുടങ്ങുകയാണ്. പക്ഷേ സ്റ്റെപ്പ് വെച്ച് തുടങ്ങുമ്പോഴും പിന്നെയും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. അതായത് ഫസ്റ്റ് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ വിസ്പർ എന്ന രീതിയിൽ, ഒരു വളരെ ചെറിയ വിസ്പർ എന്ന രീതിയിൽ മാടി വിളിക്കും പോലെയാണ് നിങ്ങളെ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ അതിന് മെഡിറ്റേഷൻ ചെയ്യാനുള്ളൊരു താല്പര്യം തോന്നും. ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. മെഡിറ്റേഷൻ ചെയ്യണം എന്ന് ആഗ്രഹം, പക്ഷേ ടൈം കിട്ടുന്നില്ല. നമ്മളെല്ലാവരും പറയുന്നതാണ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പിരിച്വൽ ബുക്സ് എല്ലാം ഒരുപാട് നമ്മൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട്, പക്ഷെ വായിക്കാൻ പറ്റുന്നില്ല. കൂടാതെ സ്വയം മാറണം, ചേഞ്ച് ആവണം, പിന്നെ റിലേഷൻഷിപ്പ് മാറണം, കരിയർ ഭയങ്കര പ്രഷറാണ്, ഇങ്ങനത്തെ സ്ഥലത്ത് നിന്നിട്ട് കാര്യമില്ല, കുറച്ചും കൂടി എൻ്റെ സമയം എന്ന് പറയും. ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. ഇന്നർ വോയിസ് തന്നെ നിങ്ങളോട് പച്ചയ്ക്ക് വിളിച്ച് പറയുന്നത് ഇതല്ലടേ ജീവിതം എന്ന്. പക്ഷെ അങ്ങനെ ആയിട്ട് കൂടി നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യുന്നു. സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല, സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യാൻ സമയമില്ല, ഒരു സ്പിരിച്വൽ കോഴ്സ് 2 മണിക്കൂർ വീഡിയോ അതെങ്ങനെ കാണുമെന്ന് വെച്ച് കോഴ്സിലേക്ക് പോകാൻ താല്പര്യമില്ല. നിങ്ങൾ ആ ഒരു ലെയർ തന്നെ നിൽക്കുകയാണ്. ജസ്റ്റ് യൂട്യൂബിൽ കുറച്ച് നേരം സ്പിരിച്വാലിറ്റിനെ കുറിച്ച് കാണുന്നു, മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യുന്നില്ല. അപ്പോൾ ആ ലെവലിൽ തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾ പോസ്റ്റ്പോൺ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുന്നു. ഡിസ്ട്രാക്ഷൻസിൽ സുഖമായി റീൽസും അങ്ങനത്തെ മറ്റു കാര്യങ്ങളിലും ഡിസ്ട്രാക്ഷൻസ് പോകുന്നു. അൺഹെൽത്തി റിലേഷൻഷിപ്പിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നു. ഡ്രെയിനിങ് കരിയർ ആയിരിക്കാം. അങ്ങനത്തെ എല്ലാ രീതിയിലും നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസിനെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സിൻ്റെ വേറൊരു പണി കൂടി അറിയാൻ പറ്റി. അതായത് സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ നോക്ക്. അത് ചിലപ്പോൾ നിങ്ങളെ ഒന്ന് കുലുക്കിന്ന് വരും. കാരണം മര്യാദയ്ക്ക് പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല, പറ്റിടൂ. അപ്പോൾ യൂണിവേഴ്സ് മൂപ്പർ ടോൺ അങ്ങോട്ട് മാറ്റും. പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചേക്കാം. നിങ്ങൾ ഒരു ഭയങ്കരമായിട്ടൊരു ഗ്രീഫ് അല്ലെങ്കിൽ ലോസ് ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ കരിയർ പെട്ടെന്ന്, നിങ്ങളുടെ ഫിനാൻസ് പെട്ടെന്ന് തകർന്ന് തരിപ്പണമാവുന്നത് നിങ്ങൾ കാണാം. പെട്ടെന്ന് എംപ്റ്റിനെസ്, ഡിപ്രഷൻ, ആൾക്കാരുമായിട്ടുള്ള ഡിസ്കണക്ഷൻ, അങ്ങനെ പല തരം പെയിൻ നിങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യത്തേക്ക് ചിലപ്പോൾ ലൈഫ് നിങ്ങളെ തള്ളിവിടും. അത് ഫസ്റ്റ് തന്നെ ആ ഒരു വിസ്പർ ആയിട്ട് വളരെ സോഫ്റ്റായി നിങ്ങളെ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വിളിച്ചത് നിങ്ങൾ ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് കുറച്ചും കൂടി ലൈഫിന് നോക്കുന്ന രീതിയിൽ ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ പ്രഹരം യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നത്. ഓക്കെ, പക്ഷേ ഈ പെയിൻ എന്ന് പറഞ്ഞ സംഭവം തന്നെ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പെയിൻ വന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഡീപ്പർ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, വൈ ഇസ് ദിസ് ഹാപ്പനിങ്, എന്തുകൊണ്ടാണ് എൻ്റെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും തകർന്നടിഞ്ഞില്ലാണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു കോളിംഗ് എന്തുകൊണ്ട് നിങ്ങൾക്കുണ്ടായെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾ ഒരു ഓൾഡ് സോളാണ് എന്നാണ്. കാരണം ഒരു ഓൾഡ് സോളാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരോടൊക്കെ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയാൻ തന്നെ നിങ്ങൾക്ക് വട്ടായോ എന്നേ അവർ ചോദിക്കുള്ളൂ. കാരണം വെച്ചാൽ അവരൊരു യങ് സോൾ ആയിരിക്കാം. പക്ഷെ ഓൾഡ് സോൾ എന്ന സംബന്ധിച്ചോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്തിട്ടുണ്ടാവാം, സ്പിരിച്വൽ പാത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ജന്മത്തിൽ ഒരു പോയിന്റിൽ, ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ എന്തായാലും സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് എത്തിയേ പറ്റൂ. അപ്പം അതിന് യൂണിവേഴ്സ് മാനം മര്യാദയ്ക്ക് ആദ്യം പറഞ്ഞു, നിങ്ങൾ കേട്ടില്ല, കുറച്ചും കൂടി ശക്തമായിട്ട് പറഞ്ഞ് ഈ ഒരു പല ചോദ്യങ്ങളും ഓട്ടോമാറ്റിക് നിങ്ങൾ തന്നെ ചോദിച്ച് ആ പെയിൻ കാരണം നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഒരു ഓൾഡ് സോളാണ് എന്ന് തന്നെയാണ് അതിനർത്ഥം. അങ്ങനെ നിങ്ങൾ അവസാനം സ്പിരിച്വൽ പാത്തിലേക്ക് കിടക്കാം. ഇനിയെങ്കിലും ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് ഞാൻ പെർസ്യൂ ചെയ്യും. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയല്ലോ, ഇത് നിങ്ങൾ പെട്ടെന്ന് കാവ്യം എടുത്ത് സന്യാസത്തിലേക്ക് പോകുന്ന പരിപാടിയൊന്നുമല്ല. നമുക്കറിയാലോ, പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഐഡിയ ഇല്ലാത്ത ആൾക്കാർ അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, മോക്ഷത്തിലേക്കുള്ള ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു ലൈഫ് അടിച്ച് പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ പെയിൻ കാരണം നിങ്ങൾ സ്പിരിച്വൽ പാത്തിലെത്തി, അല്ലെങ്കിൽ ഒറ്റയടിക്ക് തന്നെ വാടി വിളിച്ചപ്പോൾ തന്നെ നിങ്ങൾ സ്പിരിച്വൽ പാത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാകാൻ പോണ സംഭവങ്ങൾ കൺഫ്യൂഷൻ. ഇതാണ് മെയിൻ സംഭവം. കാരണം വലിയൊരു കടലിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു കടലിലേക്ക് നിങ്ങൾ പഴച്ച് നിൽക്കുകയാണ്. ഒരാൾ പറയുന്നുണ്ട് ചക്രാസിനെ കുറിച്ച്, ഒരാൾ കർമ്മേനെ കുറിച്ച്, റീഇൻകാർണേഷൻ, ഒരാൾ പറയുന്നത് ഫുൾ ഡിറ്റാച്ച്മെൻ്റ് ആയിട്ട് ആ ഒരു പാത്തിൽ പോകണം, വേറൊരാൾ പറഞ്ഞ മാനിഫെസ്റ്റ് ചെയ്തിട്ട് എല്ലാ സാധനവും നിങ്ങൾ വരുത്തണം, കുണ്ടലിനി വഴിക്ക് പോകണം, ഇൻഡ്യൂഷനാണ്, ആസ്ട്രൽ വേൾഡ്, അങ്ങനെ ഒരുപാട് 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 ടെക്നിക്സ്. അപ്പം എല്ലാം കൂടി കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോൾ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എന്താ പ്രാക്ടീസ് ചെയ്യാത്ത, ആകെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ എന്നൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിപ്പെടാം. കാരണം അതിനും കാരണമായിട്ട് എന്താ, ഇഷ്ടം പോലെ സ്പിരിച്വൽ കണ്ടൻസ് ആണ്. ഒരു ഗുരു പറയുന്നതായിരിക്കില്ല അടുത്ത ഗുരു പറയുന്നത്. അപ്പോൾ അതുപോലെ ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് വീഡിയോസ്, ഓരോ ബുക്കിലും ഓരോ സോങ്, അങ്ങനെ ഒരുപാട് നോളേജ് എത്തിയിട്ട് അവസാനം ഒരു ഇൻഫോർമേഷൻ ഓവർലോഡ് എന്ന രീതിയിലേക്ക് പോകും. പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക, അപ്പം തന്നെ നിങ്ങൾ സ്പിരിച്വൽ പ്രൈഡ് കൂടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. കാരണം നിങ്ങൾ പുറത്തുനിന്ന സമയത്ത് തന്നെ സ്പിരിച്വാലിറ്റിനെ കുറിച്ചൊക്കെ അറിയാം, നിങ്ങൾ ഫ്രണ്ട്സിനൊന്നും ആർക്കും അറിയില്ല, ഒരു ഭാവമൊക്കെ ആയിട്ട് ഇതിനൊന്നും ഒരു കാര്യമില്ല. കാരണം എന്താ പറയുക, ഇൻഫോർമേഷനേ കയ്യിലുള്ളൂ, ട്രാൻസ്ഫോർമേഷൻ ഇല്ല. നമ്മൾ ട്രാൻസ്ഫോം ആവണം, നമ്മൾ മാറണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിനെ കുറിച്ച് അറിയാം, പക്ഷെ നിങ്ങൾ ഇപ്പോഴും ആംഗ്രി ഇറിറ്റേഷൻ ആയിട്ട് ആ ഒരു വലയത്തിൽ കിടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് കർമ്മയെക്കുറിച്ച് അറിയാം, പക്ഷെ നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന കർമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയോ, നിങ്ങൾ ബോധേഡാണോ, നിങ്ങൾ അതിൽ അവെയർ ആണോ, അതിലെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാനുണ്ടാവില്ല. നിങ്ങൾ ലവിനെക്കുറിച്ച്, അൺകണ്ടീഷണൽ ലവിനെക്കുറിച്ചൊക്കെ പറയുന്നു, സ്റ്റിൽ പലരോടും വിദ്വേഷവും ഹേറ്റഡും മനസ്സിൽ വെച്ച് നിൽക്കുന്നുണ്ടാവാം. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഗ്രീഫ്, റെസൻമെൻറ്റ്, ജലസി ഇത് ചിലപ്പം കൂടുതലായിട്ടും തോന്നാം. കാരണം എന്താണ്, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണ്, നിങ്ങൾ സ്പിരിച്വൽ പുസ്തകം വായിക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്നാണ്. അത്രയും എനർജി, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് എനർജി നിങ്ങളുടെ ബോഡിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ കാര്യമായ പ്യൂരിഫിക്കേഷൻ ഇല്ല. നിങ്ങളുടെ ഉള്ളിൽ ആങ്കർ, റെസൻമെൻറ്റ്, ജലസി, ഗ്രീഫ് ഇത്രയും ഇമോഷൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ എനർജി കൂടാണ്. അതുകൊണ്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അതിപ്പം മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ചും കൂടി ആങ്കർ കൂടി. അതിൻ്റെ ഒരു സംഭവം ഇതാണ്, ആ സംഭവങ്ങൾക്കെല്ലാം എനർജി വരുന്നത് കൊണ്ടാണ്. കാരണം വെച്ചാൽ അത് നമ്മൾ ഒരു ഇരുട്ട് മുറിയിലേക്ക് വെളിച്ചം വീശും പോലെ തന്നെയാണ്. ആ വെളിച്ചമല്ല ആ ഇരുട്ടിൽ കംപ്ലീറ്റ് ഡസ്റ്റും മറ്റ് കണ്ടാമിനേഷൻ ഉണ്ടാക്കി വെച്ചത്. ആ വെളിച്ചം അത് റിവീൽ ചെയ്ത് തന്നു. ഇതാണ് സത്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡയലോഗ് മാത്രമല്ല, ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ചൊന്നും ഡയലോഗ് മാത്രമല്ല, അത് നമ്മുടെ ലൈഫിൽ അപ്ലിക്കബിൾ ആവണം, നമ്മൾ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. പക്ഷേ അങ്ങനെ പോകുമ്പോഴും കൺഫ്യൂഷൻ, ഏത് പ്രാക്ടീസ്? ഒരുപാട് സ്കൂളുകൾ, ഒരുപാട് ഗുരുക്കന്മാർ, എന്ത് ചെയ്യണം? വീണ്ടും കൺഫ്യൂഷൻ. ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് പ്രാണിക് ഹീലിങ്ങിൻ്റെ ആണ്. പ്രാണിക് ഹീലിംഗ് അർഹാറ്റിക് യോഗ സ്കൂളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രിയായോഗൻ്റെ ഉണ്ട്, കൂടാതെ തിയോസഫിക്കൽ സൊസൈറ്റീൻ്റെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് അടിപൊളി സ്കൂളുകൾ. ഇവരെല്ലാവരും പറയുന്ന ഒരേ ട്രൂത്താണ് എന്നതാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവം. കാരണം ഒരാൾ പറയുന്നത് ഡിബേറ്റ് ആയിട്ടല്ല പറയുന്നത്, എല്ലാവരും പറയുന്നത് ഒരേ സംഭവം തന്നെ, ഒരേ രീതിയിലുള്ള ഹൈറാർക്കി, എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലെന്തൊക്കെയോ ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു ഗൈഡൻസ്, ആ ഒരു നോളേജ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ വഴിയിലേക്ക് നിങ്ങൾ ഇറങ്ങണം. കാരണം പെട്ടെന്ന് നിങ്ങൾ സ്പിരിച്വൽ ഒരു അവേക്കനിങ് ഉണ്ടായി, സ്പിരിച്വൽ നോളേജ് കിട്ടി, എല്ലാം കൂടി വാരി പിടിക്കലല്ല. ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് ടീച്ചിങ് ഫോളോ ചെയ്യുക. ചൂസ് ഡിവൈൻ ഗൈഡൻസ്. നിങ്ങൾക്കൊരു ഗുരു വേണം. പണ്ടത്തെ ഗുരുകുൽ സിസ്റ്റത്തിലൊക്കെ അതാണ്. അവർ ഗുരുവിൻ്റെ കൂടെ തന്നെ നിന്ന് കുറേ കാലം നിന്നിട്ടല്ല, അങ്ങനെയല്ലേ പഠിക്കുന്നത്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ലാസ്റ്റിൽ തന്നെ ഈ അടിച്ചു വരാനും കംപ്ലീറ്റ് അങ്ങനത്തെ എല്ലാ ജോലികളും ഈ ഒരു ഡിസൈപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ശിഷ്യനോട് ചെയ്യിപ്പിച്ച് അവരുടെ വെർച്യൂസ് ആൻഡ് വാല്യൂസാണ് അവിടെ റെഡിയാക്കുന്നത്. അതിനുശേഷം മാത്രമാണ് വലിയ മെഡിറ്റേഷൻ ടെക്നിക്കും മറ്റും കൊടുത്തത്. കാരണം വെച്ചാൽ അല്ലാതെ വലിയ മെഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കണ്ടാമിനേഷനൊക്കെ അത് ഒരുപാട് എനർജൈസ് ചെയ്യുന്നതും കൂടെ ആ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളും വരുത്തും. അപ്പം അതിലൂടെയും പ്യൂരിഫിക്കേഷൻ തന്നെയാണ് ആ ഗുരു അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും ഒരു ഗുരു വേണം. സോ ഗുരു എന്ന് പറയുന്ന സമയത്ത് ഗുരു ഗീവ്സ് എ റോഡ് മാപ്പ്. കാരണം എങ്ങനെ പോകണം, എന്ത് അവോയ്ഡ് ചെയ്യണം, എന്ത് സ്വീകരിക്കണം, എന്ത് എപ്പോൾ ചെയ്യണം. കാരണം കുണ്ടലിനിയൊക്കെ പെട്ടെന്ന് പോയി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കൂടാതെ കുണ്ടലിനി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പല റിലേഷൻഷിപ്പിൽ ഇഷ്യൂ, ഫിസിക്കൽ ബോഡിക്ക് ഇഷ്യൂ, ഉറക്കമില്ല, അങ്ങനത്തെ പല സംഭവത്തിലേക്ക് വീണു പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്.
അപ്പോൾ അത് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു റോഡ് മാപ്പ് കൊണ്ട് ഗൈഡ് ചെയ്യും പോലെ നമ്മുടെ ഗുരു ഗൈഡ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചെന്താ, ഗുരു ആ മാപ്പിലൂടെ ഒരുപാട് സഞ്ചരിച്ച ആളാണ്. ഹി നോസ് ദ പാത്ത്. നമുക്ക് അവരിൽ ട്രസ്റ്റ് ഉണ്ടായാൽ മതി, നമ്മൾ സറണ്ടർ ചെയ്താൽ മതി. അവർ പറയും പോലെ ഇപ്പം നമ്മളെ മാസ്റ്റർക്ക് പറയും ഫോളോ ദ സിമ്പിൾ ഇൻസ്ട്രക്ഷൻ, അതുപോലെ ചെയ്താൽ മാത്രം മതി. പിന്നെ ഗുരു റിവീൽ ചെയ്യും നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ്, എവിടെയാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഗുരു സഹായിക്കുന്നു. അത് നിങ്ങൾക്ക് ശക്തമായിട്ടൊരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തരുന്നതുമാണ്. ഓക്കെ, അവിടെ എനിക്കറിയാം എത്രയോ ആൾക്കാരുണ്ട് 10 കൊല്ലം 15 കൊല്ലമായിട്ടും 11 ഇപ്പോഴും കണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ആവരുത്. നമ്മൾ ആ ഒരു പാത്തിൽ ഇറങ്ങി നമ്മൾ ആ ഒരു ഫൗണ്ടേഷൻ സെറ്റാക്കി നമ്മൾ മുകളിലേക്ക് കയറിപ്പോകണം. സ്പിരിച്വലി നമ്മൾ പവർഫുൾ സോൾസ് ആയിട്ട് മാറണം. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ സ്പിരിച്വൽ ജേണി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും മാസ്റ്ററി അല്ല വേണ്ടത്, നിങ്ങൾക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ വിത്ത് ഗൈഡൻസ് ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഗുരു ഇല്ലാണ്ട് നമുക്ക് സ്പിരിച്വൽ പാത്ത് സഞ്ചരിച്ചുകൂടെ എന്ന്. ഗുരു ഇല്ലാണ്ട് സഞ്ചരിക്കാമല്ലോ. കാരണം നിങ്ങളെ ഗൈഡ് ചെയ്യാൻ നിങ്ങളുടെ സോൾ ഉണ്ട്, ഹയർ സോൾ ഉണ്ട്, നിങ്ങളെല്ലാവരും ഗോഡ് അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഈ എനർജി വരുന്നത്. ആ രീതിയിലും പോവാം. പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് വള്ളികളിൽ നമ്മൾ പോയി പെടാം. ഒരുപാട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ, പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം, അതിലൊക്കെ എല്ലാത്തിലും പോയി നമുക്കറിയില്ല എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഒരുപാട് സമയം നിങ്ങൾക്ക് പോവാം. ഇപ്പോൾ 1 കൊല്ലം കൊണ്ട് നിങ്ങൾ എത്തേണ്ട സംഭവം നിങ്ങൾ ഒരു ഗൈഡൻസ്, ഇപ്പോൾ അങ്ങനെ തന്നെയല്ല എല്ലാ സംഭവങ്ങളും. നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും പഠിക്കുന്ന കാര്യമാണെങ്കിലും എന്താണെങ്കിലും ഒരാൾ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് അവിടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സ്വയം പോരാടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒക്കൾട്ട് അല്ലെങ്കിൽ എസോട്ടറിക് നോളേജ് പുറത്ത് തന്നെ ആർക്കും ഒരു ഗന്ധമില്ല. ഇപ്പോൾ ഈ 95% പോപ്പുലേഷൻ ഇങ്ങനത്തെ ഒരു സ്പിരിച്വാലിറ്റി എന്ന സംഭവം തന്നെ ഉണ്ടെന്ന് അറിയും കൂടില്ല. അപ്പോൾ അത്രയും സീക്രട്ടായിട്ടുള്ളതും അത്രയ്ക്കും പവർഫുള്ളുമായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ പ്രോപ്പർ ഗൈഡൻസോടെ പോവുകയാണെങ്കിൽ കാര്യം കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഞാനും ഇത് പഠിച്ചത് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ ഒരുപാട് കാലം ഗുരുവിലാണ്, ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിച്ച ആൾ തന്നെയാണ്. അപ്പം അങ്ങനെ സഞ്ചരിച്ചതിന് ശേഷമാണ് പിന്നെ ഒരു ഗുരുവിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും എത്രയോ ഇൻഫർമേഷൻ നമ്മൾ 1 കൊല്ലം കൊണ്ട് നമ്മൾ നേടുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്കുണ്ടായ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന സംഭവം കൂടി എനിക്കതിലുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിൻ്റെ കൂടുതൽ നോളജ് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ അറിയിക്കണം. ഓക്കെ, അപ്പോൾ സീ യു സൂൺ.